കോഴിക്കോട് കൊയിലാണ്ടി ചെങ്ങോട്ടുകാവിൽ തെരുവ് നായയുടെ ആക്രമണം, ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി അനൽക സെയ്ദ് നമുക്കൊപ്പം ചേരുകയാണ്. അനൽക, എപ്പോഴാണ് ഈ തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായത്? ഇതിൽ ഇന്ന് രാവിലെ 7:20 കൂടിയിട്ട് ഇത്തരത്തിലൊരു തെരുവുനായുടെ ആക്രമണം കൊയിലാണ്ടി ചെങ്ങോട്ടുകാവിൽ ഉണ്ടായിട്ടുള്ളത്. തെരുവുനായുടെ ആക്രമണത്തിൽ 3 പേർക്കല്ല 6 പേർക്കാണ് പരിക്കേറ്റതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് രാവിലെ 7 കൂടിയിട്ട് ജോലിക്ക് പോകാൻ ഇറങ്ങിയ കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് സ്വദേശിയായ സുരേഷ് ബാബുവിനാണ് ആദ്യം നായ കടിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ സുരേഷ് ബാബുവിന്റെ കൈക്കുൾപ്പെടെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം സുരേഷ് ബാബുവിന്റെ വീടിന് അയൽവാസി കൂടിയായിട്ടുള്ള കുട്ടിയെ, അതായത് ഇത്തരത്തിൽ നായ കടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ചെറിയ കുട്ടിയുടെ മുഖത്താണ് നായ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ തെരുവുനായ ഈ വീടിന് സുരേഷ് ബാബുവിന്റെ വീടിന് സമീപത്തെ മറ്റൊരു വീടിന്റെ മുറ്റത്തിരിക്കുകയായിരുന്ന സ്ത്രീയെയും, അത്തരത്തിൽ രേഖ എന്ന സ്ത്രീയെയും തെരുവുനായ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പരിക്കേറ്റവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. മുഖത്ത് പരിക്കേറ്റ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 6 പേർക്ക് ഇത്തരത്തിൽ പരിക്കേറ്റെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും നിലവിൽ കഴിഞ്ഞ മാസങ്ങളൊക്കെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് ഭാഗത്തൊക്കെ തന്നെ തെരുവുനായാക്രമണം രൂക്ഷമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിക്കേറ്റവർ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ്. ഓക്കെ, അവർ അവിടെ ചികിത്സയിലാണ്. ചെങ്ങോട്ടുകാവിലാണ് ഇപ്പോൾ, കൊയിലാണ്ടി ചെങ്ങോട്ടുകാവിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്.